കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ചയെന്ന പോലീസ് അന്വേഷണത്തിൽ നിഗമനം. കണ്ണൂർ സെൻട്രൽ ജയിലിലെ 16 തടവുകാരെ ചോദ്യം ചെയ്തു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സഹകരിക്കാത്ത 10-ലേറെ തടവുകാരുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തിന്റെ യോഗം നാളെ ചേരും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും മൊബൈൽ ഫോണുകൾ പിടികൂടി. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ ചെയ്യുന്നു. അരുൺ, ഈ പറഞ്ഞതുപോലെ ഗോവിന്ദച്ചാമി ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പുതിയ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹൈൽ, ഇതിൽ പ്രധാനമായും അറിയേണ്ടത് ഗോവിന്ദച്ചാമിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ഈ ജയിൽ ചാട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടോ എന്നതാണ്. പോലീസിന്റെ ആദ്യഘട്ട അന്വേഷണത്തിൽ അതുതന്നെയായിരുന്നു പ്രധാനമായ ഫോക്കസ്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിൽ സുരക്ഷാ വീഴ്ചയുണ്ട് എന്ന കാര്യത്തിൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജിൻ്റെ അന്വേഷണത്തിൽ തന്നെ അതിൽ ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്കും കണ്ടെത്തലും ഉണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ആരുടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഉള്ള സഹായം ഈ ജയിലിനകത്ത് ലഭിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ് വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. അതിനായി ജയിലിലെ ഈ തടവുകാരുടെ, അതായത് ഗോവിന്ദച്ചാമി ഇടപഴകുന്ന സഹതടവുകാർ, അതോടൊപ്പം തന്നെ ജയിലിലെ മറ്റുള്ള തടവുകാരുടെയൊക്കെ ഒരു പട്ടിക പോലീസ് അന്വേഷണ സംഘം തയ്യാറാക്കിയിരുന്നു. ആ പട്ടിക പ്രകാരമാണ് ഇവരുടെ എല്ലാം മൊഴി വിശദമായി ഈ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. അതിൽ അയാളുടെ ഈ സെല്ലിൽ തന്നെ ഉണ്ടായിരുന്ന സഹതടവുകാരുണ്ട്, തേനി സുരേഷ് ഉണ്ട്, അതോടൊപ്പം അയാൾ ജയിലിൽ ഇടപഴകുന്ന മറ്റ് തടവുകാരുണ്ട്. അവരുടെയൊക്കെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഈ ജയിലിൽ തന്നെ ചുമതലയുള്ള മറ്റു ഉദ്യോഗസ്ഥരുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊടുവിൽ നിലവിൽ പ്രാഥമിക അന്വേഷണത്തിൽ മറ്റ് സഹായങ്ങൾ ലഭിച്ചിട്ടില്ല എന്നതായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ ഒരു കണ്ടെത്തൽ. അതിൽ പ്രധാനമായും പറഞ്ഞത് ഈ CCTV ദൃശ്യങ്ങളിലൊന്നും ഏതെങ്കിലും തരത്തിൽ മറ്റ് സഹായങ്ങൾ ലഭിച്ചതായുള്ള സൂചനകളില്ല. പക്ഷേ ഇത് വലിയൊരു ആസൂത്രണം ഇതിനുണ്ടായിട്ടുണ്ട്. മാസങ്ങളെടുത്തുള്ള ഒരു ആസൂത്രണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ആരെങ്കിലും ഇയാളെ സഹായിച്ചിട്ടുണ്ടോ എന്ന തരത്തിലുള്ള അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിശദമായിട്ടുള്ള ഈ മൊഴി രേഖപ്പെടുത്തൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇയാൾ ഗോവിന്ദച്ചാമിയെ വിയ്യൂർ ജയിലിലെത്തി ഈ ചോദ്യം ചെയ്യും എന്നതാണ് നമുക്ക് കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടാണ് നാളെ അന്വേഷണ സംഘം യോഗം ചേരുന്നത്. യോഗത്തിൽ ഈ നിലവിലെ അന്വേഷണത്തിൻ്റെ സ്ഥിതി വിശദമായി വിലയിരുത്തും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ എങ്ങനെ സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയുള്ളൂ. നിലവിൽ ആരുടെയെങ്കിലും സഹായം ലഭിച്ചതായുള്ള വിവരം പോലീസിനില്ല. ഈ തടവുകാർ അവർ നൽകിയിട്ടുള്ള ചില വിവരങ്ങളുണ്ട്. നേരത്തെ തന്നെ ഇയാൾ ഇതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തിയതായി ബന്ധപ്പെട്ടൊക്കെ ഇയാളുടെ സഹതടവുകാരൻ തേനി സുരേഷ് ഉൾപ്പെടെയുള്ള മൊഴികൾ പോലീസിന് മുമ്പിലുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു കണ്ടെത്തൽ പോലീസിനെ സംബന്ധിച്ച് ഇപ്പോഴില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനിടെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വീണ്ടും മൊബൈൽ ഫോണുകൾ പിടികൂടിയിട്ടുള്ളത്. സമീപ മാസങ്ങളിലെല്ലാം വിവിധ ബ്ലോക്കുകളിൽ അതിൻ്റെ പരിസരങ്ങളിൽ നിന്നെല്ലാം ഇത്തരം മൊബൈൽ ഫോണുകൾ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് ശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിൽ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. വിവിധ തലങ്ങളിലുള്ള ഉന്നതമായിട്ടുള്ള ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് ജയിലിലെത്തിയുള്ള നിരീക്ഷണവും പരിശോധനകളും നടക്കുന്നുണ്ട്. അതായത് വെള്ളിയാഴ്ച വൈകിട്ട് ജയിൽ DIGയുടെ നേതൃത്വത്തിൽ, ഉത്തരമേഖല ജയിൽ DIGയുടെ നേതൃത്വത്തിൽ ജയിലിൽ നടത്തിയ പരിശോധനയിലാണ് 3 മൊബൈൽ ഫോണുകൾ, ചാർജർ, അതോടൊപ്പം തന്നെ ഹെഡ്സെറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 5-ാം ബ്ലോക്കിലും 6-ാം ബ്ലോക്കിൻ്റെയും പരിസരത്തു നിന്നും അതോടൊപ്പം തന്നെ ന്യൂ ബ്ലോക്കിൻ്റെ പരിസരത്തു നിന്നും കണ്ടെത്തിയത്. അതിലിപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഇത്തരം പിടികൂടുമ്പോൾ അന്വേഷണം നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇത് എങ്ങനെ ജയിലിലേക്ക് എത്തുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവാറില്ല. അത് വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ശക്തമായി ഉയരുന്നത്. എന്തായാലും ജയിലിൽ ഫോൺ എത്തുന്നത് ഓൺലൈൻ ഡെലിവറി മാർഗമല്ല എന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും നിർബാധം ഫോൺ എത്തുന്നത് തുടരുകയാണ്. അതിനപ്പുറത്തേക്ക് ഗോവിന്ദച്ചാമിക്ക് ജയിലിനകത്ത് നിന്ന് സഹായഹസ്തങ്ങൾ ജയിൽ ചാട്ടത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു.